ആ പിന്നെ ഞാൻ അവിടെ ആശുപത്രിയിൽ പോയി. നടുവേദന, നല്ല നടുവേദന ഉണ്ടായിരുന്നു. ഗുളിക കഴിക്കുന്നുണ്ട്, ഇപ്പം കുറഞ്ഞു. പിന്നെ എക്സ്റേ എടുത്തപ്പോഴത്തേക്ക് ചെറിയ കുഴപ്പമേ ഉള്ളൂ. അതിപ്പം മനുഷ്യനല്ലേ, അതൊക്കെ വരാതിരിക്കാം. ഇപ്പം കടയിലിങ്ങനെ ഇരിക്കുന്നതല്ലേ, അപ്പം ആ നടുവിനിങ്ങനെ ജാമായിപ്പോയി, അത്രേ പ്രശ്നമേ ഉള്ളൂ. പിന്നെ കുറച്ച് നടക്കണം, അപ്പം അതിങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് ശരിയായിക്കോളും. വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പം കട വന്ന് തുറന്നു. പിന്നെ ചെറിയ ചെറിയ കച്ചവടങ്ങളിങ്ങനെ വന്നും പോയി നിൽക്കുന്നുണ്ട്. 100 രൂപ അല്ലെങ്കിൽ 40 രൂപ അല്ലെങ്കിൽ 50 രൂപ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ. അതൊന്നും പറയാൻ പറ്റൂലേ എപ്പോഴാണ് വരുന്നതെന്ന്. അപ്പം ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. അവരിപ്പം കടയിലെ മുതലാളി ഇപ്പം പിന്നെ പുറത്തോട്ട് പോയേക്കുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? പിന്നെ ഞാൻ പറഞ്ഞത് എല്ലാവരും ചെയ്തോ? ആമ മോതിരം മേടിക്കാനുള്ളവരൊക്കെ മേടിച്ചോണേ കേടാ, മേടിക്കാതിരിക്കരുതേ. പിന്നെ അത് മാത്രമല്ല, പിന്നെ ഞാൻ പറഞ്ഞതുപോലെയൊക്കെ ചെയ്ത് കിടന്നുറങ്ങാം. അപ്പം അത് ഒത്തിരി സമാധാനം കിട്ടും, അത്ര തന്നെ. പിന്നെ നമുക്ക് വരാനുള്ളത് വഴി തങ്ങൂലല്ലോ. നമ്മൾ മനുഷ്യനാണോ? എല്ലാം വരാനുള്ളതാണെങ്കിൽ വന്നിരിക്കും. അത് ചിലപ്പോൾ ചെറുതായിട്ട് പോവും, ചിലപ്പോൾ വലുതായിട്ട് പോവും. അതെല്ലാം റെഡി, അങ്ങനെ അങ്ങ് ആയി പോകും. അങ്ങേ അറ്റം വരെ പോവും. ദൈവം നമ്മളെ വിളിക്കുന്നവരെ നമ്മളങ്ങനെ ദുഃഖവും സന്തോഷവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് വരും പോവും, വരും പോവും. ആർക്കും ഇല്ലയെന്ന് ചിന്തിക്കരുത്. എന്നാൽ ചിന്തിക്കുകയില്ല, അവർക്ക് ഒരു കുഴപ്പവും ഇല്ല. ഇല്ല, അവർക്കും കുഴപ്പം തന്നെയാണ്. എല്ലാവർക്കും വിഷമം തന്നെയാണ്. അതിലൊന്നും ഒരു മാറ്റവും ഇല്ല. മനുഷ്യനാണോ, അത് ദുഃഖങ്ങൾ തന്നെയാണ്. പൈസ ഉള്ളവർക്ക് ദുഃഖം ഇല്ലെന്ന് വിചാരിക്കരുത്, അവർക്ക് വേറെ രീതിയിൽ വിഷമം. പൈസ ഇല്ലാത്തവർക്ക് പൈസ ഇല്ലാത്ത വിഷമം. പിന്നെ ചിലപ്പോൾ അസുഖം ഉള്ളവർക്ക് അതിൻ്റെ വിഷമം. അസുഖം ഇല്ലാത്തവർക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. ഈ ലോകത്ത് എല്ലാവർക്കും ബുദ്ധിമുട്ടും വിഷമങ്ങളും ഇല്ലാത്ത ആരുമില്ല. ആണിനും പെണ്ണിനും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും നമുക്ക് മാത്രമേ ഉള്ളെന്ന്. നമ്മൾ മറ്റുള്ളവരെ ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു കുന്തവും ഇല്ല. മനസ്സിലായില്ലേ? ഓക്കെ, ബായ്.